നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. പോലീസ് കണ്ണടച്ചു. കോഴിക്കോട് പന്തീരാങ്കാവിലെ ഭർത്തൃവീട്ടിൽ നേരിട്ട ക്രൂരതകൾ 24-നോട് തുറന്നു പറഞ്ഞ് പരാതിക്കാരി. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടാണ് ഭർത്താവ് രാഹുൽ മർദ്ദിച്ചത്. മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചു. വീട്ടിലെ മറ്റാരും ഇത് തടയാൻ ശ്രമിച്ചില്ലെന്നും യുവതി പറഞ്ഞു. പരാതിയുമായി എത്തിയപ്പോൾ പോലീസ് മോശമായി പെരുമാറിയെന്ന് യുവതിയുടെ മാതാവ് ആരോപിച്ചു. കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വിവാഹം കഴിഞ്ഞത് മെയ് 5-ന്. ദിവസങ്ങൾക്കുള്ളിൽ യുവതി നേരിട്ടത് ക്രൂരപീഡനം. രാഹുലും അയാളുടെ മാതാവും രാവിലെ ചില ചർച്ചകൾ നടത്തി. രാത്രി മുറിയിലെത്തിയ രാഹുൽ വാതിലടച്ച് മർദ്ദിച്ചു. കാറും പണവും ആവശ്യപ്പെട്ടായിരുന്നു ഇത്. കേബിൾ കൊണ്ട് കഴുത്തിൽ കുരുക്കി. കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. രാഹുൽ ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നെന്ന സംശയമുണ്ടെന്നും യുവതി. കൈമുഷ്ടി വെച്ചിട്ട് എൻ്റെ തലയുടെ ഇവിടെ സൈഡിൽ ഇടിച്ചു. പിന്നെ ബാക്കിൽ ഇടിച്ചു. പിന്നെ നെറ്റിയുടെ ഇവിടെ ആ മുഷ്ടി വെച്ചിട്ട് തന്നെ ഇടിച്ചു. പിന്നെ ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കിയായിരുന്നു എന്നെ. പിന്നെ കുരിശ് നിർത്തിയിട്ട് പുറത്ത് ഇടിച്ചായിരുന്നു. പരാതിയുമായി ചെന്നപ്പോൾ പന്തീരങ്കാവ് പോലീസ് മോശമായി പെരുമാറിയെന്നും നീതി ലഭിച്ചില്ലെന്നും യുവതിയുടെ മാതാവ്. ഒരു പെൺകുട്ടിയെന്ന് തന്നെയല്ല, ഈ ലോകത്തുള്ള ഓരോ വ്യക്തിക്കും മനുഷ്യനും നീതി കിട്ടണം. ആ നീതി പക്ഷേ അവർ തന്നില്ല. അവർക്ക് അവൻ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ആസ്പത്രിയിൽ ചെല്ലുമ്പോൾ ഇവനും ഇവൻ്റെ ഫ്രണ്ട്സും അവിടെ ഉണ്ട്. അവരുടെ തോളത്ത് കൈയിട്ടാണ് പോലീസുകാർ നടക്കുന്നത്. പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. എന്നെ ഞെട്ടിച്ച കാര്യം, പോലീസ് വളരെ നിസ്സംഗരായിട്ടാണ് പെരുമാറിയത്. ഈ CI അദ്ദേഹത്തെ കളിയാക്കായിരുന്നെന്നാണ് എന്നോട് പറഞ്ഞത്, പരിഹസിക്കായിരുന്നെന്നാണ് എന്നോട് പറഞ്ഞത്. പരാതിയെ തുടർന്ന് യുവതിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചു. പരാതിക്കാരിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തും. രാഹുലിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനാണ് നീക്കം. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാം. മഞ്ഞപ്പിത്ത വ്യാപനത്തെ തുടർന്ന് മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. വേങ്ങൂരിൽ രോഗം ബാധിച്ചവരുടെ ചികിത്സാ സഹായത്തിനായി പഞ്ചായത്ത് തല സമിതി രൂപീകരിച്ചു. രോഗവ്യാപനത്തിന് കാരണം ശുദ്ധജല വിതരണത്തിലെ വീഴ്ച തന്നെയാണോ എന്നതിൽ സംശയമുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത രോഗബാധ രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചത്. ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. 4000 കേസുകൾ റിപ്പോർട്ട് ചെയ്ത മലപ്പുറം ജില്ലയിൽ 600 ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ മലപ്പുറത്ത് വ്യാപക പരിശോധന ആരംഭിച്ചു. രോഗബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നതിനൊപ്പം എല്ലാ ഹോട്ടലുകളോടും റെസ്റ്റോറന്റുകളോടും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നൽകാനും ആരോഗ്യവകുപ്പ് ഇതിനിടെ നിർദ്ദേശം നൽകി. മഞ്ഞപ്പിത്തത്തിന് സ്വയം ചികിത്സ പാടില്ലെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ശാസ്ത്രീയ ചികിത്സ തേടണമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത വ്യാപനത്തിന് കാരണക്കാർ വാട്ടർ അതോറിറ്റിയാണെന്ന് ആരോപിച്ച് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അതേസമയം എറണാകുളം വേങ്ങൂരിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ നിന്ന് തന്നെയാണോ രോഗബാധയുണ്ടായതെന്ന് സംശയമുള്ളതായി ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പഞ്ചായത്തിന്റെ ചില ജലവിതരണ പദ്ധതികളും ഇവിടെ ജനങ്ങൾ ആശ്രയിക്കുന്നതായാണ് ന്യായീകരണം. ഇതിനിടെ വേങ്ങൂരിൽ രോഗബാധിതരുടെ ചികിത്സാ സഹായമടക്കമുള്ള കാര്യങ്ങൾക്കായി പഞ്ചായത്ത് തലത്തിൽ സമിതി രൂപീകരിച്ചു. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. കട്ടപ്പന ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിൽ ബെൽറ്റ് കുരുക്കിയ നിലയിലായിരുന്നു മൃതദേഹം. പോലീസ് അന്വേഷണം തുടങ്ങി. ഇരട്ടയാറിലെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 11 മണിയോടെ പെൺകുട്ടിയുടെ മാതാവാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഉടൻ പോലീസിൽ വിവരമറിയിച്ചു. ഇന്ന് രാവിലെ ഒരു 10:30 കൂടിയാണ്
ഈ വിവരം ഞങ്ങളെ അറിയിക്കുന്നത്. ഞങ്ങളിവിടെ വരുമ്പോൾ ഈ കുട്ടി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ഈ ദിവസങ്ങളിൽ ഇവിടെ പല ആളുകളും വന്നു പോകുന്നതായിട്ട് ഇവിടുത്തെ അയൽവാസികൾ വിളിച്ചു പറഞ്ഞിരുന്നു. കഴുത്തിൽ ബെൽറ്റ് ചുറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിന് സമീപത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഏകദേശം 11:00 കുട്ടിയെ മരിച്ച നിലയിൽ വീട്ടിൽ കാണുന്നത്. അമ്മയാണ് കാണുന്നത്. അതിനുശേഷം ഉടനെ പോലീസ് എത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കൂടി നടക്കും. അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യും. നിലവിൽ 18 വയസ്സുള്ള പെൺകുട്ടി 2 വർഷം മുൻപ് ലൈംഗിക അതിക്രമം നേരിട്ടിരുന്നു. ഈ കേസിൽ വിചാരണ നടക്കുന്നതിനിടെയാണ് പെൺകുട്ടിയുടെ മരണം. 24 ഇടുക്കി. തിരുവനന്തപുരം മാറനല്ലൂരിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂവളശ്ശേരി സ്വദേശി ജയയാണ് മരിച്ചത്. മദ്യപാനിയായ മകന്റെ മർദ്ദനത്തെ തുടർന്നാണ് മരണമെന്ന സംശയത്തെ തുടർന്ന് മകൻ ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിശോധനയിൽ ജയയുടെ ദേഹത്ത് മർദ്ദനമേറ്റതിന്റെ പാടുകളും രക്തക്കറയും കണ്ടെത്തി. ഫോറൻസിക് വിദഗ്ധർ വീട്ടിലെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ മാറനല്ലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സ്ഥാനക്കയറ്റം ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന തൊഴിലാളികളെ ചർച്ചയ്ക്ക് വിളിച്ച് മിൽമ തിരുവനന്തപുരം മേഖലാ ചെയർമാൻ. അല്പസമയത്തിനകം ചർച്ച ആരംഭിക്കും. അജീഷ് ജയകുമാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഈ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 6 മണി മുതലാണ് തിരുവനന്തപുരം മേഖലയിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഈ മിൽമ ആസ്ഥാനത്ത് മിൽമയുടെ ഈ ഉൽപ്പാദന കേന്ദ്രത്തിന് മുന്നിൽ തൊഴിലാളികൾ മിന്നൽ സമരം തുടങ്ങിയത്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ സമരം കാരണം പലയിടത്തും ഈ പാൽ സംഭരണവും പാൽ ശേഖരണമൊക്കെ തടസ്സപ്പെട്ടു. ഇന്ന് വൈകിട്ട് വരെയും ആരും ഈ സമരം അവസാനിപ്പിക്കാൻ ഇടപെട്ടിരുന്നില്ല. പക്ഷേ ഈ സമരം അവസാനിപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇത് കടുപ്പിക്കാൻ തൊഴിലാളി യൂണിയനുകൾ തീരുമാനിച്ചിരുന്നു. ഈ ആസ്ഥാനത്ത് മുന്നിൽ, ഈ മേഖലാ ആസ്ഥാനങ്ങൾക്ക് മുന്നിൽ കുടിൽ കെട്ടി സമരം നടത്താനായിരുന്നു തീരുമാനിച്ചത്. ഇതിനെ തുടർന്നാണ് തിരുവനന്തപുരം മേഖലാ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് ഈ INTUC CIT യൂണിയൻ നേതാക്കളെ ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചത്. വൈകിട്ട് 6:30 പട്ടം മിൽമ ആസ്ഥാനത്താണ് ഈ ചർച്ച നടത്തുന്നത്. ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായും ഈ ചർച്ചയിൽ ഉന്നയിക്കുക. പ്രധാനമായും നേതാക്കൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടത്, കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് 40 പേർക്കെതിരെ കേസ് എടുത്തിരുന്നു. ഈ കേസ് പിൻവലിച്ചാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുള്ളൂ എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതടക്കമുള്ള വിഷയങ്ങളായിരിക്കും ഈ യോഗത്തിൽ തൊഴിലാളി നേതാക്കൾ ഉന്നയിക്കുക. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത്. പത്രിക സമർപ്പിച്ച് നരേന്ദ്രമോദി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ചു ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള BJP മുഖ്യമന്ത്രിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും സാന്നിധ്യത്തിലായിരുന്നു പത്രികാ സമർപ്പണം. ഗംഗാ മാതാവ് തന്നെ ദത്തെടുത്തെന്നും കാശിയിലെ ജനങ്ങളുടെ സ്നേഹം തന്നെ ബനാറസിനാക്കി മാറ്റിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പ്രൗഢഗംഭീരമായാണ് BJP സംഘടിപ്പിച്ചത്. കേന്ദ്രമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും NDA ഘടകകക്ഷി നേതാക്കളും വാരണാസിയിൽ നരേന്ദ്രമോദിയെ അനുഗമിച്ചു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ദിവസത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടികൾ ആരംഭിച്ചത് ഗംഗയിൽ നിന്നാണ്. ആരതിയർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാലഭൈരവ ക്ഷേത്രത്തിലും തുടർന്ന് സന്ദർശനം നടത്തി. കാശിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് ഏറെ വികാരാധീനനായാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. स्थान करने के लिए अभ्यर्थी के रूप में नाम निर्देशित हुआ. 2014 മുതൽ 3ാം തവണയാണ് മോദി വാരണാസിയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 2014 56.37% വോട്ടുകളും 2019 63.62% വോട്ടുകളുമാണ് മോദി നേടിയത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24.
ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ സംയുക്ത റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തങ്ങളുടെ ശത്രു ആരാണെന്ന് കർഷകർക്കറിയാമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ പകരം ചോദിക്കുമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. ഭരണഘടന തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ റോഡ് ഷോ നടത്തി. ഉത്തർപ്രദേശിലെ ബന്ദേൽഖണ്ഡ് മേഖലയിലെ ആദ്യ സംയുക്ത റാലിയിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പ്രധാനമന്ത്രിക്കെതിരായ കുറ്റപത്രം നിരത്തി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്നത് ഉത്തർപ്രദേശിലാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ കർഷകർ പ്രതികാരം ചെയ്യുമെന്നും അഖിലേഷ് യാദവ്. भारतीय जनता पार्टी का अहंकार का खंड खंड कर देंगे इस बार. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ വിശദീകരിച്ച രാഹുൽ ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിച്ചാൽ GST ഭേദഗതി ചെയ്യുമെന്നും അഗ്നിവീർ പദ്ധതി ചവറ്റുകുട്ടയിലെറിയുമെന്നും ഉറപ്പു നൽകി. और बीजेपी आरएसएस नरेंद्र मोदी इस किताब को खत्म करना चाहते हैं, नष्ट करना चाहते हैं, फाड़ के फेंक देना चाहते हैं. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ റോഡ് ഷോ നടത്തി. പ്രിയങ്ക ഗാന്ധി വ്യാഴാഴ്ച വരെ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ പ്രചാരണം തുടരും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉത്തർപ്രദേശിലെ 2 പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. 24 ഡൽഹി. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനം തുടരുന്നതിനിടെ നാളെ മന്ത്രിസഭാ യോഗം ചേരും. രാവിലെ 9:30 ഓൺലൈനായിട്ടാണ് മന്ത്രിസഭാ യോഗം. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അതിശക്തമായ മഴ. പൂഞ്ഞാർ, തെക്കേക്കര, തീക്കോയി പ്രദേശങ്ങളിലാണ് കനത്ത മഴ. മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി പ്രതി ചേർക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ ജാമ്യഹർജി പരിഗണിക്കുന്നതിനിടെ ഡൽഹി ഹൈക്കോടതിയിലാണ് ED ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അടുത്ത ഒരാഴ്ച മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും മറ്റന്നാൾ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് BG റോഡിൽ കനത്ത മഴയിൽ വീട് തകർന്നു. കൈതക്കുഞ്ഞി വയലിൽ താമസിക്കുന്ന PK ഹരീഷിന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. മാവൂർ മേച്ചേരിക്കുന്നിൽ പുലർച്ചെയുണ്ടായ കാറ്റിൽ വീടിന് മുകളിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ വീട് ഭാഗികമായി തകർന്നു. മേച്ചേരിക്കുന്ന് അങ്കണവാടിയുടെ സംരക്ഷണ മതിലും ഇടിഞ്ഞു വീണു. വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷവും ഉടനെത്തിയേക്കും. മെയ് 19 കാലവർഷം ആൻഡമാനിലെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. മുംബൈയിൽ കൂറ്റൻ പരസ്യബോർഡ് നിലം പതിച്ചുണ്ടായ അപകടത്തിൽ മരണം 14ആയി. ദുർബലമായ തറയിലാണ് കൂറ്റൻ പരസ്യബോർഡ് സ്ഥാപിച്ചത് എന്നാണ് കണ്ടെത്തൽ. ബോർഡ് സ്ഥാപിച്ച കമ്പനിക്കെതിരെ പോലീസ് കേസെടുത്തു. ഘാട്ട്കോപ്പറിലെ ഭാരത് പെട്രോളിയം പമ്പിന് മുകളിലേക്കാണ് ഇന്നലെ വൈകിട്ട് കൂറ്റൻ പരസ്യബോർഡ് വീണത്. ഇന്ധനം നിറയ്ക്കാനെത്തിയ വാഹനങ്ങൾ അപ്പാടെ തകർന്ന നിലയിലാണ്. 50ഓളം വാഹനങ്ങളുടെ ശവപ്പറമ്പായി പമ്പ് മാറി. ഭാരമേറിയ ഇരുമ്പ് അവശിഷ്ടങ്ങൾ നീക്കി അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുക്കാനുള്ള ശ്രമം ഏറെ ദുർഘടം. सबसे पहले तो कंट्रैक्टर का जो भी है वो सबसे बड़ी कमी है. दूसरी बात यह है कि करवाने वाले जो मेन सेट थे ये उनकी कमी है. तीसरी बात यह है कि ये प्रशासन की कमी है. അനുമതിയില്ലാതെയാണ് കൂറ്റൻ പരസ്യബോർഡ് കെട്ടിപ്പൊക്കിയതെന്ന് മുംബൈ കോർപ്പറേഷൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇത്രയും വലിയ ബോർഡുകൾക്ക് സാധാരണ അനുമതി നൽകാറുമില്ല. കൂറ്റൻ ഇരുമ്പ് പരസ്യബോർഡിനെ താങ്ങി നിർത്താനുള്ള കരുത്ത് അതിന്റെ തറയ്ക്കില്ലെന്ന് വ്യക്തമാണ്. ഈ പരസ്യബോർഡിന്റെ തറയ്ക്ക് ആകെയുള്ളത് 3 അടിയോ 4 അടിയോ താഴ്ച മാത്രമാണ്. അതായത് വലിയൊരു കാറ്റടിച്ചാൽ അനായാസം തറയോടെ ഇളകി മാറാവുന്ന സാഹചര്യം. അത് തന്നെയാണ് ഈ ദുരന്തത്തിലും സംഭവിച്ചത്. കാര്യം എന്ന് വെച്ചാൽ അത് ഇത്തിരി മജബൂത്തുള്ളതിൻ്റെ അടുത്താണ് ഇതുണ്ടായതില്ല. ഇത് കംപ്ലീറ്റ് വീഴുന്നു, കംപ്ലീറ്റ് നാശനഷ്ടം ഉണ്ടായി. ഇതിന്റെ മെയിൻ ഇത് കോണ്ടക്ടറും പിന്നെ ഈ മോലാളിയുമാണ്. കാറ്റടിച്ചാൽ സമ്മർദ്ദം കുറയ്ക്കാനുള്ള ദ്വാരങ്ങളും ബോർഡിൽ ഉണ്ടായിരുന്നില്ല. സമീപത്ത് 3 ബോർഡുകൾ കൂടി ഈ വിധം സ്ഥാപിച്ചിട്ടുണ്ട്. ബോർഡ് സ്ഥാപിച്ച ഈഗോ മീഡിയ എന്ന കമ്പനിയുടെ ഉടമകൾക്കെതിരെ നരഹത്യ അടക്കം വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. കൂറ്റൻ ഇരുമ്പ് പാളികൾ മുറിച്ചുമാറ്റി ഇവിടെയുള്ള അവശിഷ്ടങ്ങൾ ആകെ നീക്കം ചെയ്യാൻ ഇനിയുമേറെ ദിവസങ്ങളെടുക്കും. അതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് രക്ഷാദൌത്യ സംഘം. ഘാട്ട്കോപ്പറിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.
കോഴിക്കോട് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് ആംബുലൻസിൽ തീപിടിച്ച് രോഗി വെന്തു മരിച്ചു. നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത്. അപകടത്തിൽ സുലോചനയുടെ ഭർത്താവ് ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ആംബുലൻസ് ഡ്രൈവർ അർജുനെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ഉദരസംബന്ധമായ രോഗത്തിന് അടിയന്തര ശസ്ത്രക്രിയക്കായി മൊടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിൽ നിന്ന് സുലോചനയുമായി മിംസ് ആശുപത്രിയിലേക്ക് വരികയായിരുന്നു ആംബുലൻസ്. നിയന്ത്രണം വിട്ട ആംബുലൻസ് മതിലിൽ തട്ടി ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറി. മിംസ് ആശുപത്രിക്ക് 1/2 കിലോമീറ്റർ അകലെ വച്ചായിരുന്നു അതിദാരുണ അപകടം. അപകടം നടന്നയുടൻ ആംബുലൻസിലുണ്ടായിരുന്നവരിൽ ചിലർ തെറിച്ചു വീണു. മറ്റുള്ളവരെ നാട്ടുകാരെത്തി രക്ഷപ്പെടുത്തി. വണ്ടി വേഗത്തിൽ വന്നതാ എന്നിട്ടായി മതിലോട് തട്ടി മറിഞ്ഞതാ. അതാ ഞാൻ കണ്ടപ്പോൾ മഴയുണ്ടല്ലേ, അതുകൊണ്ട് അങ്ങനെ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഞാനും ഡ്രൈവറും ഡ്രൈവർ ഇറങ്ങുന്ന കണ്ടിട്ട് ഞാൻ ഇറങ്ങിയതാണ്. സമീപത്തെ കെട്ടിടങ്ങൾക്ക് മുകളിലേക്കും തീ പടർന്നു. മീഞ്ചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇടിയുടെ ശബ്ദം കേട്ടാണ് സംഭവ സ്ഥലത്തേക്ക് എത്തിയതെന്ന് ദൃക്സാക്ഷി 24-നോട്. രാത്രി 2:30 മണിക്ക് ആംബുലൻസ് വരുമ്പം ഒരു അലാറം കേട്ടു. അപ്പോൾ തന്നെ വണ്ടി ഇടിക്കുന്നതും പിന്നെ സ്പാർക്ക് ചെയ്തിട്ട് കത്തുന്നതും കണ്ടത്. ഉണ്ടരക്കെല്ലാം തെറിച്ച് താഴെ വീണു. എന്നിട്ട് അവരെ മിംസിലേക്ക് ആംബുലൻസ് വന്നു. ആംബുലൻസിൽ വിളിച്ച് കൂട്ടിക്കൊണ്ട് പോയതാണ്. സുലോചനയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സുലോചനയുൾപ്പെടെ 7 പേരാണ് ആംബുലൻസിലുണ്ടായിരുന്നത്. ഇതിൽ 2 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. 24 കോഴിക്കോട്. CPIM നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 4.76 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്ന് കണ്ടെത്തൽ. അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ ബാങ്ക് സെക്രട്ടറി കെ രതീശൻ സ്വർണ്ണ വായ്പ എടുത്തുവെന്നാണ് പരാതി. ഇയാൾക്കെതിരെ പോലീസ് ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തു. തട്ടിപ്പ് നടന്നത് CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് കോൺഗ്രസും BJPയും ആരോപിച്ചു. CPIM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത്. ഇല്ലാത്ത ആളുകളുടെ പേരിൽ സ്വർണം വായ്പയെടുത്തു, പണയം വെച്ച സ്വർണം കടത്തിക്കൊണ്ടുപോയി അപെക്സ് ബാങ്ക് സൊസൈറ്റിക്ക് നൽകിയ പണം തട്ടിയെടുത്തു എന്നിങ്ങനെയാണ് പരാതി. സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. തുടർന്ന് ബാങ്ക് പ്രസിഡന്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേസെടുത്തതിന് പിന്നാലെ ബാങ്ക് സെക്രട്ടറി കെ രതീശനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിനും ഞങ്ങൾക്കും സെക്രട്ടറി മാത്രമേ ഞങ്ങൾക്കിപ്പോൾ കിട്ടിയ വിവരം വെച്ചുള്ളൂ. സെക്രട്ടറി ഒരാൾ. ഇതിലാരെങ്കിലും കൂട്ടുന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയും പോലീസ് കൂടി അന്വേഷിക്കണം. അപ്പോൾ ഞങ്ങളുടെ മാത്രം അന്വേഷണത്തിൽ വരുന്ന കാര്യമല്ല. CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPMന്റെ അറിവോടുകൂടി ഈ സംഘത്തിൻ്റെ ഭരണസമിതിയുടെ അറിവോടുകൂടി നടന്ന വൻ തട്ടിപ്പായിരുന്നു. സെക്രട്ടറി മാത്രം ഉത്തരവാദിത്വം. സെക്രട്ടറി ഇപ്പോൾ ഈ ഭരണസമിതിയും CPMന്റെ ഉന്നത നേതൃത്വം ഒരു കരുമാത്രമാക്കുകയാണ്. സമഗ്ര അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി K ശ്രീകാന്ത് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഈ സംഭവം പുറത്ത് വന്നപ്പോൾ CPM സെക്രട്ടറിയെ മാത്രം വഴിചാരിക്കൊണ്ട് അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഭരണസമിതിയും CPMും ചെയ്യുന്നത്. അവരുടെ മുഖം രക്ഷിക്കലാണ്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ CPMന്റെ ഉന്നത നേതൃത്വവും ഇതിൽ കുടുങ്ങുമെന്നുള്ളതാണ്. ബാങ്ക് സെക്രട്ടറിയെ കൂടാതെ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. ഒളിവിൽ പോയ രതീശൻ കർണാടകത്തിലുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം. 24 കാസർഗോഡ്.